എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് ദശകം 11 സൃഷ്ടികർമ്മം നടന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ പുണ്യപുരുഷന്മാരായ സനകൻ, സനന്ദൻ തുടങ്ങിയ 4 മഹർഷിമാർ ഭഗവാനെ ദർശിക്കുവാനായി വൈകുണ്ഠലോകത്തിലേക്ക് പുറപ്പെട്ടു. ഭഗവാനെ കാണാൻ അത്യുത്സാഹത്തോടെ വൈകുണ്ഠലോകത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയ അവരെ ഭഗവാന്റെ ദാസന്മാരായ ജയവിജയന്മാർ ഒരുപോലെ തടഞ്ഞു നിർത്തി. ഇതിൽ കോപിഷ്ഠരായ മുനിമാർ, വൈകുണ്ഠലോകത്തിന് യോഗ്യമല്ലാത്ത പെരുമാറ്റത്തോടുകൂടിയ ദുഷ്ടന്മാരായ നിങ്ങൾ ഇരുവരും അസുരജന്മങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. ഭഗവാനെ മാത്രം ശരണമായി കരുതിയിരുന്ന ജയവിജയന്മാർ തങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് അവരോട് അപേക്ഷിച്ചു. അതേസമയം ഇതെല്ലാം അറിഞ്ഞ ഭഗവാൻ ലക്ഷ്മി ദേവി സമേതനായി ഗരുഡവാഹനത്തിൽ പുറത്തേക്ക് എഴുന്നള്ളി മുനിശ്രേഷ്ഠന്മാരെ സമാധാനിപ്പിക്കുകയും അതേസമയം വൈരയോഗം പരിശീലിച്ച് 3 ജന്മങ്ങൾ കൊണ്ട് തന്നെ പ്രാപിക്കുവാൻ ജയവിജയന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അനന്തരം അവർ രണ്ടുപേരും കാശ്യപ മഹർഷിയിലും ദിതിയിലും 2 അസുരവീരന്മാരായി ജന്മമെടുത്തു. സന്ധ്യാസമയത്ത് ജനിച്ചതാകയാൽ ക്രൂരവൃത്തികളോടും ഇരട്ടയായി ജനിച്ചവരായി അവർ ലോകത്തിന് വേറെ 2 യമന്മാർ എന്ന പോലെയും ആയിത്തീർന്നു. അവരാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഹിരണ്യാക്ഷൻ യുദ്ധത്തിനായി പാഞ്ഞു നടന്നിട്ടും തനിക്ക് തുല്യനായ എതിരാളിയെ കണ്ടെത്താൻ കഴിയാതെ ദേഷ്യത്തിൽ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കി താഴ്ത്തി അലറിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ വരുണനിൽ നിന്ന് ഭഗവാൻ നാരായണൻ തനിക്ക് തുല്യനാണെന്ന് കേട്ടറിഞ്ഞ് ഭഗവാനെ ആക്ഷേപിച്ച് നടക്കുവാൻ തുടങ്ങി. ഇതാണ് ഈ ദശകത്തിൻ്റെ സംഗ്രഹം. നമുക്ക് തുടങ്ങാം. ദശകം 11 ജയവിജയന്മാരുടെ അസുരജന്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാസനഗാതയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ മനോജ്ഞനൈ ശ്രേയസ കാനനാദ്യൈർ അനേകവാഭി മണിമന്ദിരൈച്ച അനോപമം തം ഭവതോനികേതം മുനീശ്വര പ്രാപുരതീതകശ്യ ഭവദ്ദിദൃശ്യൂൻ ഭവനം വിവിഷൂൻ ദാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ദാം തേഷാഞ്ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ വൈകുണ്ഠലോകാനുചിതപ്രജേഷ്ടോ കഷ്ടോ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തോ ഭവദാശ്രയൗതോ ഹരിസ്മൃതിർനോസ്തി ദിനേ മധുസ്ഥാൻ തദേതദാജ്ഞായ ഭവൻ അവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സർപ്പിതചാരുബാഹുർ ആനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയാ പ്രസാദ്യ ഗീർഭിസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാദൗ അധഭാഷദൗതൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേദമിത്യാത്ത കൃപം ന്യഗാദി ത്വദീയഭൃത്യൗ അധകാശ്യപാത്തൗ സുരാരിവീര്യൗ ഉദിതൗ സന്ധ്യാസമുത്പാദനകഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമൗ ഇവാന്യൗ ഹിരണ്യപൂർവ കശിപുക്കിലൈകാ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭോ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ദാം നിജവാസനാന്തോ തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരി ഭവത്പ്രിയാംഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദ് വിനതൻ ഗതാവാൻ തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.